ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. കുടുംബങ്ങളുടെ വിശുദ്ധനായ വിശുദ്ധ ജെറാർദ് മജല്ലയെ ഞാൻ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെയും ഗർഭിണികളുടെയും കുഞ്ഞുങ്ങളുടെയും വിവാഹ തടസ്സം നേരിടുന്നവരുടെയും പ്രത്യേക മധ്യസ്ഥനായിട്ടാണ് വിശുദ്ധ ജെറാർദ് അറിയപ്പെടുക. 1726 ഇറ്റലിയിലെ മൂറോയിലാണ് വിശുദ്ധ ജെറാർദ് ജനിക്കുക. ദിവ്യരക്ഷക സഭയിൽ ചേർന്ന ജെറാർദ് 29 വയസ്സ് വരെ മാത്രമേ ജീവിച്ചുള്ളൂ. മരിക്കുന്നതിന് തൊട്ടു മുമ്പ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഞാൻ സ്വർഗത്തിലായിരിക്കുന്നതാണ് ഇവിടെ ആയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ നല്ലത്. അവിടെ ഇരുന്ന് മാതാക്കളെയും കുഞ്ഞുങ്ങളെയും കൂടുതൽ സഹായിക്കാനായിട്ട് എനിക്ക് സാധിക്കും. ഇന്ന് അദ്ദേഹം ഏറ്റവും അധികം അറിയപ്പെടുക സന്താന ഭാഗ്യമില്ലാതെ വിഷമിക്കുന്ന ദമ്പതിമാരുടെയും ഗർഭിണികളുടെയും രോഗികളായ കുഞ്ഞുങ്ങളുടെയും വിവാഹ തടസ്സം നേരിടുന്നവരുടെയും പ്രത്യേക മധ്യസ്ഥനായിട്ടാണ്. ഈ വർഷം വിശുദ്ധ ജെറാർദിന്റെ 300ാം ജന്മവാർഷികമാണ്. ഇതിനോടനുബന്ധിച്ച് നിരവധി കർമ്മ പരിപാടികളാണ് ദിവ്യരക്ഷക സഭ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. വിശുദ്ധ ജെറാർദ് മജല്ലയുടെ നൊവേന ഇപ്പോൾ നടക്കുക. ദിവ്യരക്ഷക സഭയുടെ പുനലൂർ കരവാളൂറുള്ള നിത്യസഹായമാതാ ദേവാലയത്തിലും കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി എഡൂരുള്ള അൽഫോൺസ് ഭവൻ ആശ്രമത്തിലുമാണ്. നിരവധി അത്ഭുതങ്ങളാണ് വിശുദ്ധ ജെറാർദിന്റെ മധ്യസ്ഥതയിൽ നമ്മുടെ കേരളത്തിലും നടന്നിട്ടുള്ളത്. ഒത്തിരി ആളുകൾ ഈ വിശുദ്ധന്റെ നൊവേനിൽ പങ്കെടുക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചതിന്റെ ഫലമായിട്ട് നമ്മൾ റെഡ്സ് മീഡിയയിലൂടെ വിശുദ്ധ ജെറാർദ് മജല്ലയുടെ നൊവേന ആരംഭിക്കുകയാണ്. ഈ മാസം മുതൽ എല്ലാ മാസത്തിലെയും അവസാനത്തെ ബുധനാഴ്ച രാത്രി 8 മണിക്ക് റെഡ്സ് മീഡിയയിലൂടെ നൊവേന നടക്കുന്നു. ഈ അനുഗ്രഹീത നിമിഷങ്ങളിലേക്ക് അച്ഛൻ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി, ഗർഭിണികൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, വിവാഹ തടസ്സം നേരിടുന്നവർക്ക് വേണ്ടി പ്രത്യേകമായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. അവരിലേക്ക് നമുക്ക് ഈ നൊവേന എത്തിച്ചു കൊടുക്കാം. മാതാപിതാക്കളെയും കുടുംബങ്ങളെയും നിങ്ങളെല്ലാവരെയും ഈ നൊവേനയിൽ പങ്കുചേരാനായിട്ട് ക്ഷണിക്കുന്നു. വിശുദ്ധ ജെറാർദ് മജല്ലയുടെ ദൈവം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്ന ദൈവാനുഗ്രഹപ്രദമായ ദിവസങ്ങളായിട്ട് തുടർന്നുള്ള ദിവസങ്ങൾ മാറ്റപ്പെടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടും പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.